മനുഷ്യൻ അങ്ങനെ സ്വർഗരാജ്യത്തിലേക്ക് പോകുന്ന വഴി. സങ്കീർത്തനം 104:3-4. ഇന്ന് കേരളത്തിൽ അടിച്ച കാറ്റുകളെ പറ്റി ഈ സയൻസ് എല്ലാവരും കേട്ടുകൊണ്ട് എഴുന്നേൽക്കാവൂ. സങ്കീർത്തനം 104:3-4 വാക്യങ്ങൾ വായിച്ചിട്ട് മോനെ. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകന്മേൽ സഞ്ചരിക്കുന്നു. അതായി കൊടുങ്കാറ്റും പേമാരിയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ 2025 മെയ് മാസം തൊട്ട് കേരളത്തിൽ കാറ്റടിക്കുന്നു. പാറശാല കാറ്റ്, ഊരമ്പി കാറ്റ്, അമ്പനാവിളെ കാറ്റ്, ചെങ്കവിളെ കാറ്റ്, എല്ലാ ബോർഡുകളും കെട്ടിടങ്ങളും എല്ലാം പോയി. പാലക്കാട് ഒരു ചേച്ചിയെ മണ്ണിൽ നിന്ന് ഉയർത്തിയിട്ട് കാറ്റ് താഴെ ഇട്ടു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവെടുത്തു പോയി. ഈ സയൻസ് ഈ തലമുറയിൽ കാന്തൻ വരാറായി. പുറകെ ഞാൻ കാണാൻ പോകുന്നു കേരളത്തിൽ അടിക്കുന്ന കാറ്റ്. എന്താ? കാറ്റ്, മേഘം, മഴ. എല്ലാവരും കേട്ടോണം. നാം പാർക്കുന്ന ഭൂമി കേട്ടോ, 51.75 ചതുരശ്ര കിലോമീറ്റർ സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്നത് നാം പാർക്കുന്ന ഭൂമി. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം 15 കോടി കിലോമീറ്റർ സൂര്യൻ ഭൂമി. ഭൂമിയുടെ 3/4 ഭാഗം 36.75 കടല, വെള്ളമാണ്. സൂര്യൻ്റെ താപം ഈ വെള്ളത്തിലിറങ്ങും, നീരാവി കട്ട പിടിക്കും. അതാ ആകാശത്തിലെ മേഘമാകുന്നത്. മേഘങ്ങളെ തേരാക്കി. ഇന്ന് രാത്രി ബാക്കിയൂടെ പറഞ്ഞുതരാം, എല്ലാവരും കേട്ടോണം. ഒന്നാമത്തെ മേഘം, ആ മേഘത്തിൻ്റെ പേര് നിംബസ്, കാർമേഘം. രണ്ടാമത്തെ മേഘം നിംബോസ്റ്റാറ്റസ്. ഈ കാർമേഘം കണ്ടാൽ പത്രക്കാർ അത്രയും കാര്യമൊന്നും എഴുതത്തില്ല. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ മേഘമാണ് നിംബോസ്റ്റാറ്റസ്. ആ നിംബോസ്റ്റാറ്റസിൻ്റെ പ്രത്യേകത നിങ്ങളുടെ പത്രത്തിൽ വരും. ചാറ്റൽ മഴ ഉണ്ടാകും. അമ്മാമ്മ ബ്ലൗസ് വിട്ടേക്കരുത്, ഒട്ടുപാല് വിട്ടേക്കരുത്, മനസ്സിലാകുന്നവർക്കായി ചാറ്റൽ മഴ. മൂന്നാമത്തെ മേഘം സീറസ് മേഘം വരുമ്പോൾ ഒരു പ്രത്യേക അറിയിപ്പ് വരും. ഇടിയോട് കൂടിയ മഴ ഉണ്ടാകാറുണ്ട്, സൂക്ഷിക്കുക. ഇതാണ് ISRO കൊടുക്കുന്നത്. പിന്നെ ഇടി മിന്നലും ഉണ്ടാകുന്നത്. കണ്ട ആരെങ്കിലും കരമുയർത്താ ഇടി മിന്നൽ? സന്തോഷമില്ലല്ലോ. കട്ടിലെ ഇടി ചുരുണ്ട് കയറും ഇടിയും മിന്നലും. ആരാണ്ട് പറഞ്ഞ ദേവന്മാർ ഗത അടിക്കുന്നതാ ഇടിയും മിന്നലും എന്ന്. അതൊന്നും അല്ല, ബാക്കി കേട്ടോണം. എന്താ ഇടിയും മിന്നലും മനസ്സിലാകുന്നവർക്കായി. രണ്ടാമത്തെ മേഘത്തിൻ്റെ പേരാ നിംബോസ്റ്റാറ്റസ്, സയൻസ്. മൂന്നാമത്തെ മേഘത്തിൻ്റെ പേരാ സീറസ്. യവന്മാർ തങ്ങളിൽ ഒരിക്കലും സ്നേഹമില്ല. അങ്ങനെയെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ തങ്ങളിൽ കൂട്ടിയിടിക്കുന്ന വായുമണ്ഡലം പഴുക്കുന്നതാ 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡില്ല വായുമണ്ഡലം പഴുക്കും. ആദ്യം മിന്നൽ, പുറകെ ഇടി. നാടൻ മലയാളം. ഇന്ന് കേട്ടോണം. ഒരപ്പച്ചൻ കാഞ്ഞിരംകുളം, നല്ല തോമാച്ചാൻ, 4 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് വിട്ട് വിൽപത്രം എഴുതി സന്തോഷ് പാസ്റ്റർ കുറ്റിയിട്ടില്ല. സ്വത്രം അപ്പച്ചൻ മഴിച്ചു. 40 ദിവസം കഴിഞ്ഞപ്പോൾ 2 പേരുടെ, ഒരുത്തൻ്റെ പേര് ജോസ്, ഒരുത്തൻ്റെ പേര് ജോമോൻ, കയറുവായിട്ട് വന്നു. അപ്പോൾ ജോസ് പറഞ്ഞു ഇതെൻ്റെ ഭാഗം. ജോമോൻ പറഞ്ഞു നിൻ്റെ ഭാഗമല്ല, എൻ്റെ ഭാഗം. ഉടനെ നാട്ടുകാർ പറഞ്ഞു അപ്പൻ നാട്ടുകാരെ 4 ഏക്കർ വളഞ്ഞെടുത്ത് മക്കൾ മമ്മട്ടി ഇട്ട് തട്ടുന്നെന്ന്. മനസ്സിലാകുന്നവർക്കായി ഇതാ നാടൻ മലയാളം. ഈ 2 മേഘം കൂട്ടിയിടിക്കും. നിംബോസ്റ്റാറ്റസ് സീറസും. അതിൻ്റെ പേരാ വായുമണ്ഡലം പഴുക്കും. പഴുക്കുന്നതിൻ്റെ പഴുപ്പാ മിന്നൽ, പുറകെ ഇടി. അപ്പം നമ്മുടെ ദൈവം ആരാ? 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 2 മേഘത്തെ കൂട്ടിയിടിച്ച് ഇടി പൊട്ടിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ആ കർത്താവിന് പള്ളിയിലെ ചോട്ടാവടി വേണോ? സന്തോഷമില്ലല്ലോ, കരമുയരുന്നില്ലല്ലോ. നിങ്ങൾക്ക് സന്തോഷമില്ല. പാത്രികീ സഭയുടെ കൺവെൻഷൻ, യാക്കോബ സഭയുടെ ഇടുക്കി കൺവെൻഷൻ, ഞാൻ ഈ സയൻസ് പ്രസംഗിച്ചു. ഒരു തിരുമേനി എൻ്റെ അടുത്തിരിപ്പുണ്ട്. പുള്ളി ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഇരിക്കുക ഇത് കേട്ടോണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്നോട് ചോദിച്ചു, എൻ്റെ സാറേ ഇപ്പോഴാ എനിക്ക് പിടി കിട്ടിയ ഇടിയും മിന്നലും മേഘം കൂട്ടിയിടിക്കുന്നതാന്ന്. സ്വോത്രം. അപ്പോൾ പുള്ളിയുടെ അടുത്ത ചമ്മാച്ചനോട് പറഞ്ഞു, തുണ്ടെഴുതിക്കോ, മേലാ പള്ളി കതിനാപിടി പൊട്ടിച്ചേക്കരുത്, അല്ലേ തന്നെ എനിക്ക് ഹാർട്ട് അറ്റാക്കാണ്. വരുമ്പോൾ വെടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടാതെ. ഇന്ന് രാത്രി നിൻ്റെ ചോട്ടാ വെടി പ്രസാദിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. നമ്മുടെ ദൈവമാര് മേഘങ്ങളെ കൂട്ടിയിടിച്ച് വെടി പൊട്ടിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. എന്നാൽ ഒരു വെടിയിൽ അവൻ പ്രസാദിക്കുന്നു. ഏതാ? കരമടിച്ച് ആരാധിക്കുന്നവൻ്റെ കരമടിയിൽ പ്രസാദിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് നിൻ്റെ കതിനാപിടിയിൽ പ്രസാദിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് മേലാ പള്ളി പോയി വെടി പൊട്ടിക്കരുത്. ഒരു മതത്തിന് ഞാൻ എതിരല്ല. സ്വോത്രം. അതുകൊണ്ട് ആവശ്യമില്ലാതെ പണിക്കരുത്. 4-ാമത്തെ മേഘത്തിൻ്റെ പേരാ പ്ലാന്റോസ് കാണുമ്പോഴാ നെടുമങ്ങാട്, വിതുര, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അങ്ങോട്ടുള്ള റോഡുണ്ടല്ലോ, ആ റൂട്ടിലോട്ടുള്ള യാത്ര ഒഴിവാക്കുക. സന്തോഷമില്ലല്ലോ. നെടുമങ്ങാട്, വിതുര, പൊന്മുടി. നിങ്ങൾ ചൊവ്വായി നിന്ന് വന്നത്, അതുകൊണ്ടാണ് ഇതൊന്നും കേൾക്കാത്ത. സ്വോത്രം. ഇടിയോട് കൂടിയ മഴയുണ്ട്. നെടുമങ്ങാട്, വിതുര, കാട്ടിൽ കൂടിയുള്ള റോഡ് ഒഴിവാക്കുക. ഈ 4-ാമത്തെ മേഘം ISRO കാണുമ്പോഴാ അലർട്ട് വരുന്നത്. യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, റെഡ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അച്ചായന്മാരിക്കത്തില്ലയോ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതാ നോഗയുടെ കാലം. വളരെ പ്രായമുള്ള ഭാഷന്മാർ ഇതായിരിക്കുന്നത്. 10 വർഷം പുറകെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. ഇന്ന് പത്രം നോക്കിയാൽ കാണാം യെല്ലോ, മാംഗോ, പൈനാപ്പിൾ. അതിൻ്റെ പേര് 4-ാമത്തെ മേഘം പ്ലാന്റോസ്. 5-ാമത്തെ മേഘം, ഇതിപ്പോൾ അടിക്കാതിരിക്കാൻ കാര്യം ഇതിൻ്റെ പിൻപിൽ കർത്താവ്. വായിക്കാം.
അതുകൊണ്ട് ന്യൂനമർദ്ദം കൊള്ളുന്നു. ബൈബിളിലുണ്ടോ ന്യൂനമർദ്ദം? ഇയ്യോബ് 37:11-12. മോൻ എടുത്താട്ടെ, എല്ലാവരും ആ സയൻസ് കേട്ടാട്ടെ. ഇയ്യോബ് 37:11-12 ബൈബിൾ എടുക്കാം. ഇയ്യോബ് 37:11-12 വായിച്ചാട്ടെ. യോബിന്റെ പുസ്തകം 37:11-12 വായിച്ചാട്ട് മോനെ. അവൻ കാർമേഘത്തിൽ ഈറം കൊണ്ട് കനപ്പിക്കുന്നു. ഇതാ ന്യൂനമർദ്ദം. കാർമേഘത്തിന്റെ അളവ് നോക്കുമ്പോഴാ പറയുന്നത് അറബിക്കടലിൽ ന്യൂനമർദ്ദം കൊള്ളാൻ സാധ്യത. 4 ദിവസം മഴ പെയ്യാൻ സാധ്യത. കരമുയരുന്നില്ലല്ലോ. അടുത്ത ആഴ്ച 4 ദിവസം മഴ പെയ്യുന്നത്. ISRO ശാസ്ത്രജ്ഞൻ കയ്യിൽ നിന്ന് പേന എടുത്തിട്ടില്ല. ദാണ്ട കാർമേഘത്തെ നോക്ക്. അറബിക്കടലിൽ ന്യൂനമർദ്ദം, ബംഗാൾ തീരത്ത് ന്യൂനമർദ്ദം. അതാ കാർമേഘത്തെ ഈറം കൊണ്ട് തണുപ്പിക്കുന്നു. ബൈബിൾ സയൻസും. അടുത്തത് മിന്നലുള്ള മേഘം വായിച്ചാട്ടെ. തന്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു. ദാ കിടക്കുന്ന അതാ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു. അതാ ഞാൻ രണ്ടാമത് പറഞ്ഞ വായുമണ്ഡലം ഇടി. അത് കഴിഞ്ഞിട്ട് മഴ മാറ്റാനും ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ കൺവെൻഷന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷമില്ല. കാഞ്ഞിരംകുളത്ത് മഴ പെയ്യും, നെല്ലിമൂട്ടി മഴ പെയ്യത്തില്ല. കാര്യം ബൈബിളൂടെ വായിരു മോനെ. ഇത് ഭാഷമാരും എഴുതിക്കോ. ദൈവത്തിന്റെ ആദേശപ്രകാരം, അഡ്വൈസ് ഓഫ് ഗോഡ്. അടുത്ത ഭാഗം വായിച്ചാൽ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് അവന്റെ ആദേശപ്രകാരം അവ ചുറ്റി സഞ്ചരിക്കുന്നു. വേഗം ചുറ്റി സഞ്ചരിക്കുന്നു കരമുയർത്തുന്നവർക്ക്. ഇതുകൊണ്ട് ദൈവഭക്തന്മാർ കരമുയർത്തുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. മരണ വീട്ടിലെ കിടക്ക്. യോശുവയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സൂര്യനെയും ചന്ദ്രനെയും അയ്യാലോനിലും ഗിബയോനിലും നിർത്തി അത്ഭുതം ചെയ്തവനാ നമ്മുടെ മഹാദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവന്റെ അഡ്വൈസ് പ്രകാരമായി മേഘങ്ങൾ സഞ്ചരിക്കുന്നത്. ഒരു ദേശത്ത് മഴ പെയ്യണമെങ്കിൽ ദൈവം വിചാരിക്കണം, ഇടിമിന്നൽ പെയ്യണമെങ്കിൽ ദൈവം വിചാരിക്കണം. ദൈവത്തിന്റെ ആദേശപ്രകാരം. സ്തോത്രം. എത്ര ക്ലിയറാ ബൈബിൾ. അതുകൊണ്ടാ പ്രാർത്ഥിച്ച ഇടി മഴ മാറുമെന്ന്. കരമുയർത്തി പ്രാർത്ഥിച്ച സന്തോഷമില്ല ദൈവദാസന്മാർക്ക്. പല ഇടി മഴയുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. അജിത്തിനൊക്കെ അറിയാം. കർത്താവെ 6 തൊട്ട് 10 വരെ മേഘത്തെ മാറ്റിയേക്കാൻ പറയും. കളിക്കാവിളിലോട്ട് വിട്ടേക്കാൻ പറയും. അപ്പോഴേ മാറ്റും. സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ ആദേശപ്രകാരം ഈ 4 മേഘമാ കേരളം കണ്ടത്. കഴിഞ്ഞ ദിവസം 5ാമത്തെ വേഗം. ഞാനല്ല, സയൻസ് ക്ലിയറായിട്ട് കൊടുക്കണം. അജി ബ്രദർ ദാ എടുത്തോണം. കുസാറ്റ് കനത്ത മഴ, വില്ലൻ കാറ്റ്. അടുത്ത 5ാമത്തെ മേഘമാ ക്യൂമിനോ നിംബസ്. +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുതിക്കോ. നാളെ ജോഗ്രഫി ടീച്ചേഴ്സിനടുത്ത് എൻ്റെ പേര് പറയണം. ക്യൂമിനോ നിംബസ്. ആരാ പറഞ്ഞ്? സദുച്ചാത്തന്നൂരല്ല, കുസാറ്റില് ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് MK അഭിലാഷ് കേരളത്തോട് പറഞ്ഞു. കേരളത്തിൽ നേരത്തെ കാലവർഷം 5ാമത്തെ മേഘം ക്യൂമിലോ നിംബസ് ഓക്സിജൻ ചേംബർ. 5ാമതൊരു മേഘ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സ്വോത്രം. അതായി മഴ മാറാത്തത്. മറ്റേത് ജൂണും ജൂലൈ പിള്ളേർ കൂടെ പോകുന്നത്. ഇപ്പോൾ ആഗസ്റ്റിൽ അമ്മച്ചി പറയും ബാഗിലോട്ട് ഇട്ടാരെ കൂടെ നീ തിരിച്ചു വരുമ്പോൾ മഴയായിരിക്കും. സ്വോത്രം. എത്ര കാലമായി മനസ്സിലാകുന്നവർക്ക് 5ാമത്തെ മേഘം. അതിൻ്റെ പേരാ ക്യൂമിനോ നിംബസ് ഓക്സിജൻ ചേംബർ. 2 വാക്യം കൂടെ വായിക്കുമ്പോൾ നിർത്താം. എന്താ ഓക്സിജൻ ചേംബറിൻ്റെ പ്രത്യേകത? 1ാമത്തെ ICU ഉണ്ടാക്കിയത് ആരാ? PRS ആണോ, കിംസ് ആണോ, നിംസ് ആണോ? പണ്ടൊരു ഉപദേശി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാ ഇവാഞ്ചലിസ്റ്റ് യോന ഉപദേശി. സന്തോഷമില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്വോത്രം. അദ്ദേഹത്തിനോട് കർത്താവ് പറഞ്ഞു, നീ നിനവയെ പോകാൻ. വെടിച്ചത്ത് പോർട്ടിൽ ചെന്നപ്പോൾ നിനവേലെ കപ്പൽ ഇച്ചിരി എടുക്കാം, തർശീശിലെ കപ്പൽ ഇച്ചിരി നമ്മുടെ ബിസ്കിയൊക്കെ കിട്ടും. ഓവ മാറി. മനസ്സിലാകുന്നവർക്കായി ഇവാഞ്ചലിസ്റ്റ് മാറി ടൂറിസ്റ്റായി. നല്ല പൂച്ചയുടെ ബനിയനുള്ളൊരു കറുത്ത ബനിയനെ വിട്ട് ഇച്ചിരി അടിച്ച് അവിടെ കടന്ന്. സ്വോത്രം. ആ കപ്പലിൽ കയറി. കൊണ ഇല്ലാത്തവ ഏത് കപ്പലിൽ കയറിയാലും കുലുങ്ങും. കര ഉയരുന്നില്ലല്ലോ. IPC കയറിയാലും കുലുങ്ങും, AG കയറിയാലും കുലുങ്ങും. എന്തായാലും ചീട്ടിട്ടു. യോന എല്ലാവരും കൂടെ പൊക്കി കടലിലോട്ടിട്ടു. എവിടാ? ഒരു മത്സ്യം വന്നു. 3 ദിവസം യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. അപ്പോൾ അവന് ഓക്സിജൻ കിട്ടിയത് എവിടുന്നാ? മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ വെന്റിലേറ്റർ കിംസ് അല്ല, ആദ്യത്തെ വെന്റിലേറ്റർ നിംസ് അല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല. ഒരു ഉപദേശിയുടെ മാനസാന്തരത്തിന് വേണ്ടി മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ഓക്സിജൻ ചേംബർ ഒരുക്കിയവനാ ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ തൻ്റെ മക്കളെ ചേർക്കുക. ഉയരത്തിൽ നിന്ന് ഓക്സിജൻ ചേംബറുമായി എൻ്റെ കാന്തൻ വരാറായി മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. 5ാമത്തെ മേഘം ഇറങ്ങുന്നതിൻ്റെ കൂടെ കാറ്റ് വരുന്നത്. ഇപ്പം കാറ്റ് എത്ര കാറ്റായി? പണ്ട് എവിടെ കാറ്റ്? തമിഴ്നാട്ടിൽ അരുമയാന പൂയൽ. ഏത് കാറ്റ്? റീത്ത, കത്രീന, ബിൽമ, ഹാർവി, ഓർമ്മ, മാത്യു, ലോറൻസ്, മക, മുൾബുൾ, മേഘനു, സാഗർ, ബുരേബി, ടൗട്ട്. കഴിഞ്ഞ ആഴ്ച നല്ല കാറ്റടിച്ച് ബിബിൻ ജോയ്. സന്തോഷമില്ലല്ലോ. ചർച്ചിലെ പയ്യൻ്റെ പേര് അരുമയാന കാറ്റ്. സ്തോത്രം. ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലാകുന്നവർക്കായി ഇതാ നടക്കുന്നത്. പറഞ്ഞത് കുസാറ്റ് യൂണിവേഴ്സിറ്റിയാണ്. മലയാള മനോരമയുടെ വാർത്തയാണ്. ISRO സയൻറ്റിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ് പ്രസംഗിച്ചേ മതിയാവൂ. ഇത് കർത്താവിൻ്റെ വരവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും മേഘം ഇപ്പം വരത്തില്ലെന്നോ? അങ്ങനെയൊന്നും വരത്തില്ല. മേഘം പെരിയേ വരത്തുള്ളൂ. മനസ്സിലാകുന്നവർക്കായി. പ്ലെയിൻ യാത്ര ചെയ്തവർ കരം ഉയർത്തേണ്ട. തിരുവനന്തപുരത്ത് എയർപോർട്ടിലോട്ട് പ്ലെയിൻ ഒറ്റയടിക്ക് ചങ്കുമുഖത്തുനിന്ന് വന്നിറങ്ങുമോ? മനസ്സിലാകുന്നവർക്കായി.
കോവളത്തെല്ലാം കറങ്ങും. വെണ്ണിയൂരും വെങ്ങാനൂരിലുള്ള റബ്ബർ തോട്ടം അതിൻ്റെ മേളിലെല്ലാം കൂടെ ഒരു കറക്കും. അതിൻ്റെ ഇടയ്ക്ക് റൺവേ പറയും ഇപ്പം ഇറങ്ങരുത്. അപ്പം നമ്മൾ ശ്രീചിത്ര ആയാലും മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ മരത്തിൻ്റെ മേളിൽ കൂടെ കുഞ്ഞമ്മാമ്മ വിചാരിക്കും എന്നെ കാണാനാണ് വരുന്നതെന്ന്. സ്വോത്രം. അമ്മമ്മയെ കാണാനല്ല, റൺവേ ക്ലിയർ അല്ലാത്തതുകൊണ്ട് അത് വട്ടമിട്ട് കേശവദാസപുരം ഉള്ളൂർ അനന്തപുരിയുടെ മേളിലെല്ലാം കറങ്ങിയിട്ട് ലാസ്റ്റ് സിഗ്നൽ കിട്ടുമ്പോൾ പതിയെ പെങ്കൊച്ച് പറയത്തില്ലോ വി ആർ ലാൻഡിങ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഹ്യൂമിഡിറ്റി 32, ഫാസ്റ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്. പതിയെ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങുന്നു. ഒറ്റ ഇളയ്ക്ക് അമ്മണിമാമ മത്തി കൊത്തുന്നത് പോലെ കാക്ക ഇറങ്ങുന്ന പോലെയല്ല പ്ലെയിൻ ഇറങ്ങുന്നത്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അതുപോലെ 5ാമത്തെ മേഘം ക്യൂമുലോ നിംബസ് ഭക്തന്മാരെ ചേർക്കാൻ ഇറങ്ങി വരാറായി. അതിൻ്റെ പേരാ ഓക്സിജൻ ചേംബർ. അതിനോടുകൂടെ കാറ്റ് വരും. ആ കാറ്റ് ഇന്നടിക്കുന്നത്. അതിൻ്റെ അർത്ഥം വാഗ്ദത്ത ജനം മറുകര കടക്കണമെങ്കിൽ കാറ്റടിക്കണം. വായിക്കാം. ഇസ്രായേൽ ജനം ചെങ്കടലിൽ വന്നപ്പോൾ ചില ഉപദേശിമാർ പറയാറുണ്ട് മോശ വടി നീട്ടിയത് കൊണ്ടാണ്. ശരിയാ, അന്ന് രാത്രി ഒരു സംഭവം നടന്നു. വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം എടുത്താട്ട്. കാറ്റിനകത്ത് ദൈവജനം മറുകര കടന്നു. എടുക്കാൻ മോനെ പുറപ്പാട് 14-12 വായിക്കാം. മോശ കടലിന്മേൽ കൈനീട്ടി. ദാണ്ടെ അന്ന് രാത്രി മുഴുവനും യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങി നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. കരമുയർത്തുന്നവർക്കായി അതിന്റെ പേരാ കാറ്റ്. മനസ്സിലാകുന്നവർക്കായി ബൈബിളും പ്രവചനവും. അത് പഴയ നിയമത്തിലെ ഇസ്രായേൽ. കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേൽ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കണ്ട് പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയിൽ കൂടി ആഴമേറിയ ചെങ്കടൽ കടന്നെങ്കിൽ പുതിയ നിയമ ഇസ്രായേൽ. അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറയണ എയർ ഇന്ത്യയും വേണ്ട, എമിറേറ്റ്സും വേണ്ട, ഞങ്ങളെ എതിരേൽക്കുവാൻ സ്വർഗത്തിന്റെ മേഘങ്ങൾ ഇറങ്ങുന്നതിനായി നന്ദിയോടെ സ്വോത്രം. മേഘങ്ങളെ തേരാക്കി. മനുഷ്യൻ എങ്ങനെ കാറ്റിപ്പോവും? അതുകൂടെ പറയാം. ഒറ്റ കാര്യം കൂടെ. പണ്ട് 2 ഉപദേശിമാരുണ്ടായിരുന്നു. ഒന്ന് ഏലിയാവിൻ്റെ അസിസ്റ്റന്റ് ഉപദേശിച്ച ഏലീശ. ബാക്കിയൂടെ കേട്ടണം. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. ഏലിയാവ് ഏലീശ അവർ രണ്ടുപേരുടെ ഏലിയാവിനെ യോർദാൻ്റെ അക്കരെ കൊണ്ട് അന്നേരം പുതപ്പെടുത്തടിച്ച് അക്കരെ ചെന്ന്. ഏലീശ കൂടുണ്ട്. അപ്പം ഞങ്ങളുടെ ഭാഷ പറഞ്ഞ അച്ചായനെ ഇന്ന് കൊണ്ടുപോകുന്ന ഏലീശയ്ക്ക് അറിയാം. സ്വർഗത്തിൻ്റെ കരമിറങ്ങി ഏലീശയോട് പറഞ്ഞ അച്ചായനെ കൊണ്ടുപോവാ. ഏലീശയോട് ചോദിച്ചു എന്തോ വേണം? ഏലീശ പറഞ്ഞ് പാറശാലയിൽ 30 സഭയും കൂടെ പണിയണം, 300 പേരെ സ്നാനപ്പെടുത്തണം, 200 കൺവെൻഷനിൽ പ്രസംഗിക്കണം. ഞാനായിരുന്നേ പറഞ്ഞതിന് ആ FCRA അക്കൗണ്ട് ബൈബിൾ കോളേജും അപ്പച്ചൻ്റെ ഇന്നോവയും തരണമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അങ്ങനെ ഞാൻ പറയൂ. ഏലീശ പറഞ്ഞ് ഇരട്ടി. അവരവിടെ ചെന്ന് യോർദാനക്കരെ ചെന്നു. അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും. ഏലിയാവ് എങ്ങനെ പോയി? വായിക്കാം. 2 രാജാക്കന്മാർ 2:11. മരണം കാണാതെ മനുഷ്യൻ മധ്യാകാശത്തിൽ. ക്ലിയർ ആയിരിക്കണം. ആ കാറ്റ് എവിടെ അടിക്കുന്നത്? 2 രാജാക്കന്മാർ 2-ാം അധ്യായം 11-ാം വാക്യം വായിച്ചോട്ടെ. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. ഏലിയാവിനെ ഏലീശയും അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് വേർതിരിച്ചു. അടുത്ത വാക്ക്. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. കരമുയർത്തുന്നവർക്കായി. ഇന്നത്തെ പാറശാലയും പാലക്കാട്ടും ഈ ചുഴലിക്കാറ്റടിക്കുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അഭിഷിക്തന്മാരെ ചേർക്കുവാൻ ചുഴലിക്കാറ്റ് ഇറങ്ങി വരാറായി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വചനം കേട്ടോ അമ്മാമേ. ഇന്ന് രാത്രി ആഹാബ് രാജാവിന്റെ മുൻപിൽ നിന്ന് ഏലിയാവ് എവിടെ പോയി? അവൻ ഉപവസിച്ചു. പയ്യനോട് പറഞ്ഞ നീ എവിടെ പോണം? സമുദ്രത്തിൽ പോകണം. 1-ാം ദിവസം പോയി മേഘം കണ്ടില്ല. 2-ാം ദിവസം പോയി മേഘം കണ്ടില്ല. 3-ാം ദിവസം പോയി മേഘം കണ്ടില്ല. 7-ാം ദിവസം ഒരു കുഞ്ഞു മേഘം ഏലിയാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു മഴയുടെ മുഴക്കമുണ്ട്. ഏലിയാവ് ആഹാബിനോട് പറഞ്ഞ് രഥം പൂട്ടി സ്ഥലം വിടാൻ. ദേശത്തിന് വേണ്ടി ഉപവസിച്ച ആഹാബ് ആരെ? ഏലിയാവിനെ രഥത്തെ കേട്ടില്ല. സ്വർഗം ഏലിയാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിനക്ക് ലോകത്തിന്റെ രഥങ്ങൾ വേണ്ട. കരമുയർത്തുന്നവർക്കായി IPC രഥം തന്നില്ലേലും ചർച്ച കോഡ് തന്നില്ലേലും CSI കാരൻ തന്നില്ലേലും അഭിഷിക്തനെ ചേർക്കാൻ സ്വർഗത്തിന്റെ രഥം ഇറങ്ങി വരാറായി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഏലിയാവ് ആഹാബിന്റെ രഥത്തിന്റെ മുൻപേ ഓടി അവനെ എതിരേൽക്കാൻ സ്വർഗത്തിന്റെ രഥം ഇറങ്ങി വരാറായി ഇന്ന് രാത്രി. അപ്പം ആ രഥത്തിൽ കയറി അക്കരെ നാട്ടിൽ പോകാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? പ്രസംഗം തീരാറായി. സന്തോഷമില്ലല്ലോ? പോണ്ടാത്തവർക്ക് ഇങ്ങനെ നിന്നാൽ മതി. അപ്പം രഥത്തിൽ കയറി പോകേണ്ടവർക്ക് എത്ര കാര്യം വേണം? 7 കാര്യം വേണം. സന്തോഷമില്ലല്ലോ? അല്ല കൊച്ചു വീടി അടിച്ചു നടക്കുന്നവനെ കണ്ട് രഥത്തിൽ കയറുമോ? സ്വോത്രം. അപ്പോൾ വെളിനാട്ടിൽ യാർ പോയിരിക്കുന്നത് കരത്തെ തൂക്കി പിടിക്കുന്നത്. തമിഴ്നാട്ടിൽ പറയുന്ന പോലെ ദുബായ്, സൗദി, അയ്യോ വിസിറ്റ് വിസ ഒന്നും വേണ്ട, ഇവിടെ തന്നെ പ്രസംഗിക്കാൻ സമയമില്ല. അപ്പോൾ കര ഉയർത്തിയാട്ടെ. വെളിനാട്ടിൽ പോയി ആരെങ്കിലും ഉണ്ട് ഒന്ന് കര ഉയർത്തിയാട്ടെ. ചെറുപ്പക്കാർ ഒന്ന് ഉയർത്തിയാട്ടെ. അച്ഛാ വിഷമിക്കണ്ട, ധൈര്യമായിട്ട് ഉയർത്തിക്കോ. ആരും വേറെ പാസ്റ്റർ ഉയർത്തിയാട്ട്, സൗര്യമാർ ഉയർത്തിയാട്ട്. ഞാൻ കല്യാണാലോചനയ്ക്ക് വന്നതല്ല, വിഷമിക്കണ്ട. ജോയിച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട്, നല്ല കല്യാണം ആലോചിച്ചോളും, വിഷമിക്കണ്ട. സീനിയർ പാസ്റ്റർ സ്വോത്രം. ഞാൻ ഇന്ന് രാത്രി ഇപ്പം തന്നെ പോവുക. അപ്പോൾ ഇന്ന് രാത്രി അത് കര ഉയർത്തിയാട്ട് വെളിനാട്ടിൽ പോയൊരു സ്വോത്രം. അച്ചായൻ
തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്ന് എന്നെ സൗദിയിൽ കൊണ്ടുപോയി, വല്ലവരും കൊണ്ടുപോയി. 7 കാര്യം നടക്കണം. 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 ബോർഡിംഗ് പാസ്, 4 വിസ, 5 കോൺട്രാക്റ്റ്, 6 പാസ്പോർട്ട് കേരളത്തിൽ കുഴപ്പം കാണിച്ചിട്ടുണ്ടോ, 7 അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മെറ്റൽ ഡിറ്റക്ടർ കീ കൂക്കു മനസ്സിലാകുന്നവർക്കായി. ഈ 7 കാര്യം കഴിഞ്ഞിട്ട് എയർ ഇന്ത്യയിലോ എമിറേറ്റ്സിലോ കയറ്റത്തോളെങ്കിൽ കാന്തൻ്റെ വരവിൽ പോകണമെങ്കിൽ നാളെ ഇവിടെ സൂക്ഷിച്ച പ്രസംഗമില്ല, ഗ്രൗണ്ട് കാലിയാ. ഇത് പറഞ്ഞില്ലേ കർത്താവിൻ്റെ നെഞ്ചത്ത് പിടിക്കും. സ്വോത്രം. 7 കാര്യം നടക്കണം. 1 നീ രക്ഷിക്കപ്പെടണം. രക്ഷ എന്താ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യഫലക്കറ്റിയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റു പറയണം. സ്വോത്രം. രക്ഷിക്കപ്പെട്ട നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. കൊച്ചുപീടി, കഞ്ചാവ്, പക, പിണക്കം, കോപം, ദന്തപക്ഷം എല്ലാം മാനസാന്തരപ്പെടണം. 3 നീ അനുദപിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നീ കൂട്ടുകെട്ടി വീണ് ബാങ്കും കുത്തി തുറന്ന് കൊട്ടേഷന് വണ്ടി പിടിക്കാൻ പോയി. മുടിയമ്പുത്രൻ പറഞ്ഞോല്, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു. അതാ അനുതാപം. അനുദപിച്ച നീ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേക്കണം. പെന്തിക്കോസിൽ ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി. ജഡത്ത രാഗത്തിൻ്റെ മോഹത്തോടെ വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുന്ന സ്നാനം, ജ്ഞാന സ്നാനം. സ്നാനപ്പെട്ടവൻ ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. ആ നീ എന്ത് വേണം? തിരുമേശയിൽ പങ്കാളിയാകണം. കർത്താവിൻ്റെ മരണം അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്തവൻ വാഴ്ത്തി നുറുക്കി എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതാ തിരുമേശ. തിരുമേശയിൽ പങ്കാളിയാകുന്ന നീ എന്ത് വേണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി ദൈവം വിളിക്കും, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ. കരമുയർത്തുന്നവർക്കായി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. ഈ രാത്രി അവസാന ഭാഗം 2 പ്രാവിന്റെ യാഗപീഠത്തിനകത്ത് കൊണ്ടുവരും. അതിന്റെ പ്രത്യേകത, പുരോഹിതൻ നല്ല പ്രാവിന്റെ മുഖം നോക്കും. അപ്പച്ച അമ്മച്ചി ആ പ്രാവിന്റെ മുഖത്ത് കത്തി കൊണ്ടറുത്തിട്ട് നല്ല പ്രാവിന്റെ തലയെടുത്ത് യാഗപീഠത്തിൽ ഞെക്കിപ്പിഴി. പുറത്തൊരു കാഴ്ചയുണ്ട്. ഉടല് പിടയ്ക്കുന്ന പ്രാവും രക്തം തെറിച്ച പ്രാവും. യാഗപീഠത്തിനകത്ത് കർമ്മകാണ്ഡാദികൾ താമ്ര തൊട്ടിക്കകത്ത് വെള്ളമെടുത്ത് തഴുകി അവന്റെ പൂജാ വിഗ്രഹങ്ങളെല്ലാം അതിനകത്ത് നിമജ്ജനം ചെയ്ത് അവന്റെ യാഗം കഴിഞ്ഞ് താമ്ര കത്തി അവന്റെ മാർപ്പതക്കത്ത് ഇടാൻ നോക്കുക. അപ്പാ അമ്മ പിന്നാടി ഒരു കാഴ്ച ഇരിക്കുന്നത്. ഒരു പ്രാവിൻ്റെ തല ദാ കിടക്കുന്ന പകുതി, മറ്റേതിരുന്ന് വിറയ്ക്കുന്നു. ഉള്ളിൽ ആരോ പറയും, നിന്റെ യാഗം കഴിഞ്ഞു, എന്തിനാ ഈ പ്രാവിനെ വെച്ചേക്കുന്നത്? ഒറ്റ പരിപാടി ചെയ്യും, ആ കെട്ടങ്ങറക്കും. അയ്യോ, വിറയ്ക്കുന്ന ഉടലും മറിയുമ്പോൾ കെട്ടഴിഞ്ഞ പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇന്ന് രാത്രി കാഞ്ഞിരംകുളത്തും നെല്ലിമൂട്ടിലും ചരിവുവിളയിലും അപ്പച്ചാമ്മച്ചി ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന കാന്തൻ വരാറായി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കും. പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് തൻ്റെ മക്കളെ ചേർക്കാൻ കാന്തൻ വരാറായി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. 2 കാര്യം കൂടെ മോനെ. ഇന്ന് രാത്രി എല്ലാ ദിവസവും ഞാനൊരു സാക്ഷ്യം പറയും. കഴിഞ്ഞ ദിവസം പറഞ്ഞു, എല്ലാവരും കേട്ടാട്ട്. മർത്തോമ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട അച്ഛനാണ് ഷാജി തോമസ് അച്ഛൻ. ഈ അടുത്ത ദിവസം CSIയിലെ കൺവെൻഷൻ ഞാൻ ആ പുള്ളിയെ പരിചയപ്പെടുത്ത തിരുവനന്തപുരം CSI അനേക സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. എല്ലാവരും കേൾക്കണം. കഴിഞ്ഞ 2024 നവംബറിൽ അദ്ദേഹം എവിടെ പോയി? കുവൈറ്റ് കൺവെൻഷൻ പോയി. എല്ലാവരും കേട്ടാട്ടെ. അവിടെ ചെന്ന് 4 ദിവസം, വ്യാഴം, വെള്ളി, ശനി, ഞായർ, അബ്ബാസിയ കുവൈറ്റ് കൺവെൻഷൻ. അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞ ഭാഷ സാക്ഷ്യം പറയണം. 3 ദിവസവും പള്ളിയോട് ചേർന്നുള്ള മിഷൻ വീട്. ഉച്ചയ്ക്ക് ആരെങ്കിലും ആഹാരം കൊടുക്കും, അതിനുശേഷം വൈകിട്ട് പ്രസംഗം, ഭക്ഷണം കിട്ടും. 3-ാം ദിവസം കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു പെൺകുട്ടി, 34 വയസ്സുള്ള സിനി, നമ്മുടെ കുഞ്ഞു മോളിരിക്കുന്നത് പോലെ 4 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു കുഞ്ഞ്. അവർ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ നാളെ ഉച്ചയ്ക്കും ഫുഡുണ്ട്. അവർ പറഞ്ഞു ഫുഡുണ്ട്. അച്ഛന് വേറെ വീട് ശരിയായല്ലോ. ശരിയായി. അപ്പോൾ അവർ പറഞ്ഞു നാളെയും കൂടെ അല്ല അച്ഛന് പ്രസംഗമുള്ളൂ, തിങ്കളാഴ്ച രാവിലെ പോവുകയും ചെയ്യും. നാളെ വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അച്ഛന് ഭയങ്കര സന്തോഷം. ഒരു സാധുവായ അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, എൻ്റെ ടാക്സിയിൽ, ഇവിടുത്തെ പള്ളിയിൽ അച്ഛൻ്റെ വണ്ടിയില്ല, നിങ്ങൾ ആരെങ്കിലും വരണം. 4:30 ആയപ്പോൾ പയ്യൻ ടാക്സി ആയിട്ട് വന്നു. വീട്ടിൽ ചെന്ന് ഒരു കൊച്ചു വീട്, ഭാര്യ, ഭർത്താവ്, ഒരു കുഞ്ഞ്. എല്ലാവരും കേൾക്കണം ഈ സാക്ഷ്യം. അവർ ചായ കൊടുത്ത് ഒരു ലഘുഭക്ഷണം കൊടുത്തു. അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒരു CD കൊണ്ട് കൊടുത്തു. നാദാ, നീ തന്ന സൗഖ്യം. എല്ലാവരും കേട്ടാട്ട്. അച്ഛനിത് തുറന്നു നോക്കി, ഇവളുടെ പടമുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താ ഈ CD? അപ്പോൾ അവൾ പറഞ്ഞു, 10 പാട്ട് ഞാൻ എഴുതി, 2 എണ്ണം ഞാൻ പാടി, ബാക്കി പാടിച്ചു. എന്താ ഇതിൻ്റെ പ്രത്യേകത? ബാക്കി തിരുവനന്തപുരംകാർ കേൾക്കണം. അവൾ പറഞ്ഞു, അച്ഛാ
CD-യുടെ പിൻപിൽ ഒരു ചരിത്രമുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് പിറകിൽ ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയാമോ? എൻ്റെ നാവിനകത്ത് തടിപ്പ് വന്നു. കുവൈറ്റിൽ ആശുപത്രികൾ മുഴുവൻ പറഞ്ഞു ക്യാൻസർ. എനിക്കും അത് ഭയമായി. എൻ്റെ കുഞ്ഞിനെ അടുത്ത റൂമിലുള്ളവരെ ഏൽപ്പിച്ചു. രാത്രി 12:30 ഞാൻ കുവൈറ്റിൽ നിന്ന് ഭർത്താവുമായിട്ട് വണ്ടി കയറി. വെളുപ്പിന് 4 മണിക്ക് തിരുവനന്തപുരത്ത് വന്ന് ഉള്ളൂർ ഒരു ലോഡ്ജിനകത്ത് പാർത്തു. ആരുടെയൊക്കെയോ നല്ല ക്രമീകരണം കൊണ്ട് പിറ്റേന്ന് രാവിലെ ക്യാൻസർ സെൻറ്റർ RCCയിൽ പോയി. ഒരു ലേഡി ഡോക്ടറായിരുന്നു. അവരുടെ അടുത്ത് ഈ റിപ്പോർട്ടെല്ലാം കൊടുത്തു. അവരിതെല്ലാം വായിച്ചിട്ട് 34 വയസ്സുള്ള പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഇത് 4ാമത് സ്റ്റേജായി, ഒറ്റ പരിപാടിയുള്ളൂ, നാവ് മുറിച്ചാൽ രക്ഷപ്പെടാം. മനസ്സിലാകുന്നവർക്കായി 34 വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ അടുത്ത്, അമ്മച്ചി ഡോക്ടർ പറയും നാവ് മുറിച്ചാൽ രക്ഷപ്പെടാം. അവൾ ആരാ? ആ പള്ളിയിലെ സ്ക്വയറിൻ്റെ ലീഡറാ, നല്ല പാട്ട് പാടുന്നത്, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അന്നാരും മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞ് നാളെ രാവിലെ വരണം, 14 ടെസ്റ്റ് എടുക്കണമെന്ന്, ബയോപ്സി സഹിതം. അവർ തിരുവനന്തപുരത്ത് ഉള്ളൂരി വന്നു. രാത്രി ആ ഭാര്യയും ഭർത്താവ് താഴെയിരുന്നു. അവൾ കരമുയർത്തി കർത്താവിനോട് പറഞ്ഞു, നാഥ, ഈ ക്യാൻസർ വന്നത് നീ അറിഞ്ഞിട്ട് എൻ്റെ രോഗസൗഖ്യമല്ല, എനിക്കൊന്നുകൂടെ യേശുവിനെ ഉയർത്താൻ കൃപ തരണം, എനിക്ക് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ കൃപ തരണം. അവൾ പോയി ടെസ്റ്റ് എടുത്തു. രാവിലെ 7 ദിവസത്തെ മരുന്ന് കൊടുത്തു. 7 ദിവസം കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരി OP-യിൽ ചെന്നു. പ്ലാസ്റ്റിക് കാർഡ് കൊടുത്തു. ഡോക്ടറിൻ്റെ മുമ്പിൽ തന്നെ പ്രിൻ്റ് ഇറങ്ങി വന്നു. പടപട ഇങ്ങനെ പ്രിൻ്റ്. അവരിങ്ങനെ വായിച്ച് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഒരു മിറക്കൽ നടന്നിട്ടുണ്ട്. തൽക്കാലം കീമോതെറാപ്പി, റേഡിയേഷൻ മതി, നാവ് മുറിക്കേണ്ട കാര്യമില്ല. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. മനസ്സിലാകുന്നവർക്കായി അവൾ പറഞ്ഞ് 2 വർഷം ഞാൻ അപ്പ് ആൻഡ് ഡൗൺ തിരുവനന്തപുരത്ത് വന്ന് ക്യാൻസറിൻ്റെ കീമോതെറാപ്പി എടുത്ത് അല്പം റേഡിയേഷൻ എടുത്തു. ഇന്ന് എൻ്റെ നാഥന് സൗഖ്യം തന്നപ്പോൾ ഞാൻ എഴുതിയ പാട്ടാ, നാഥാ നീ തന്ന സൗഖ്യം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിക്ക് മാത്രമല്ല, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, കരമുയർത്തുന്നവർക്കായി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്താൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഒരിക്കൽ അവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി, ഇനി തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ 2ാമത് മടങ്ങി വരുന്നു. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവനും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. പ്രസംഗം അവസാനിക്കുന്നില്ല. ഒന്ന്, യഹൂദന്റെ ദേവാലയം അത് ഉയരുന്നതിന് മുമ്പ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭ മരണം കാണാതെ ഈ തലമുറയിൽ എടുക്കപ്പെടാൻ കാലമായി. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം, എല്ലാ വലത് കരങ്ങളും. ഇന്ന് രാത്രി പട്ടണം കേൾക്കട്ടെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. നെല്ലുമൂടെ, കാഞ്ഞിരക്കുളമേ, ചരുവുകളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.